ഒരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ നോക്കിയാലോ? അതിനായി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, രമ്പേല, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇതെല്ലാം നല്ലതുപോലെ ചതച്ചെടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു പാത്രത്തിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, എരിവിന് ഇച്ചിരി കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും തൈരും കൂടെ ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കുഴക്കണമെങ്കിൽ അങ്ങനെ ആവാം. വരഞ്ഞു വച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഇത് നല്ലതുപോലെ തേച്ച് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. അതേ പാത്രത്തിൻ്റെ ഒരു സൈഡിലോട്ട് ചതച്ചു വച്ചിരിക്കുന്ന മസാലയും ചതച്ചു വച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ചിക്കനിലും ഇച്ചിരി തേച്ച് കൊടുത്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയ്ക്ക് നല്ലത്. ചൂടെണ്ണയിൽ ഓരോ കഷ്ണങ്ങളായി ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ പൊടിക്കുള്ള മസാലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. എന്നാൽ കരിഞ്ഞു പോകാതെയും നോക്കണം. ചിക്കൻ മസാലയിലൊക്കെ പിടിച്ചു നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും വാങ്ങി വെക്കാം. നല്ല എരിവുള്ള തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ റെഡി. ചിക്കൻ നല്ല സോഫ്റ്റും എന്നാൽ മസാലയെല്ലാം കോട്ട് ചെയ്തിരിക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്.